ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ചെലവ് കണക്കിൽ ഉരുണ്ടുകളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടെന്നാണ് ബോർഡിന്റെ ന്യായീകരണം. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും ബോർഡ് വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. പുറത്തുവന്ന കണക്കുകൾ തെറ്റാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. വാർത്താക്കുറിപ്പ് ഇറക്കാതെ ദേവസ്വം ബോർഡ് കൃത്യമായ കണക്ക് കോടതിയിൽ കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കിലെ ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും പുറത്തുവന്നത് മൂലം സർക്കാരിനുണ്ടായ ക്ഷീണമകറ്റാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രാവിലെ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും ബില്ലുകൾ സമർപ്പിച്ച ഊരാളുങ്ങളുടെ ഉപകമ്പനിയെയും പരോക്ഷമായി പഴിചാരുന്നതാണ് ബോർഡിന്റെ വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചുവെന്ന പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായി. നന്ദഗോവിന്ദ ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും ബോർഡ് വിശദീകരിക്കുന്നു. അതിഥികൾ മാത്രമല്ല, ജീവനക്കാരും തൊഴിലാളികളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ വിവേചനം കാട്ടിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. പുറത്തുവന്ന വാർത്തകൾ തെറ്റാണെന്ന് ഇന്നലത്തെ മാധ്യമ ചർച്ചകളിൽ CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. ആ വാദത്തിന് ബലം പകരുന്നതാണ് ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പ്. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായ കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ശരിയല്ല, അതെ അല്ല, തെറ്റാണ്. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണ്. സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പം ആരെയും കാണാനില്ല. വീരപ്പൻ പോലും പ്രണമിച്ചു പോകുന്ന വെട്ടിപ്പാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പരിഹസിച്ചു. ഇത് കൊള്ളയാ നടന്ന്, വെറും കൊള്ള. ഒരുപക്ഷെ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും. അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു. അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് കൊള്ള നടത്തിയത്. ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ള നടത്തുക. അതുകൊണ്ട് വാസവൻ രാജിവെക്കണം. അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നിറം പിടിപ്പിച്ച കഥകളാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുതകൾ എന്നായാലും പുറത്തുവരും. അതുവരെ ദുഃഖഭാവത്തോടെ സഹിക്കേ നിവൃത്തിയുള്ളൂവെന്നും PS പ്രശാന്തിന്റെ കുറിപ്പിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.